ബുദ്ധിമാൻ മുയലും അഹങ്കാരി സിംഹവും. ഒരു കാട്ടിൽ എല്ലാ മൃഗങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒരു സിംഹമുണ്ടായിരുന്നു. ദിവസവും അത് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കും. ആ കാട്ടിൽ ജീവികൾക്ക് സമാധാനമില്ലായിരുന്നു. മൃഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പറഞ്ഞു, ദിവസവും ഒരാൾ വീതം ഞങ്ങൾ തന്നെ എത്താം, വേട്ടയാടേണ്ട. സിംഹം സമ്മതിച്ചു. ഒരു ദിവസം മുയലിന്റെ വരി വന്നു. ചെറിയ മുയൽ വഴിയിൽ വൈകി. സിംഹം കോപത്തോടെ, ഇത്ര വൈകാൻ കാരണമെന്ത്? മുയൽ പറഞ്ഞു, രാജാവേ, വഴിയിൽ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു. അത് താനാണ് യഥാർത്ഥ രാജാവെന്ന് പറഞ്ഞു. കോപം കയറിയ സിംഹം പറഞ്ഞു, എവിടെയാണവൻ? കാണിച്ചു തരൂ. മുയൽ സിംഹത്തെ ഒരു പഴയ കിണറിനരികിലെത്തി. അവൻ ഇതിലാണുള്ളത്. സിംഹം കിണറ്റിലേക്ക് നോക്കി. വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി കരഞ്ഞു. പ്രതിബിംബവും കരയുന്നത് കണ്ടപ്പോൾ കോപത്തോടെ സിംഹം കിണറ്റിലേക്ക് ചാടി. മുയൽ കാട്ടിലേക്കോടി വാർത്ത പറഞ്ഞു. എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. മുയൽ ഞങ്ങളെ രക്ഷിച്ചു. മുയൽ ചിരിച്ചു പറഞ്ഞു, ബലം മാത്രം പോരാ, ബുദ്ധിയും വേണം.